ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് ഡിസംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ എത്രയും പറ്റുന്ന വെച്ചാൽ അത്ര വീഡിയോസിനെ കൂടെ ഇൻട്രാക്ട് ചെയ്യുക, ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഈ 3 കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്യുക. ഇതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പ്രൈവറ്റായി സെഷൻ ബുക്ക് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് സെഷനിൽ എന്താ വെച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്, ആൻഡ് നിങ്ങളുടെ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. പ്രൈവറ്റ് സെഷൻസ് പക്ഷേ പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് സെഷൻ ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് നിങ്ങൾക്ക് വേണമെച്ചാൽ എൻ്റെ ചാനലിലെ മെമ്പറും ആവാം. മെമ്പർഷിപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്, അത് ചെക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് റീഡിങ്ങിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മന്ത്ലി മെസ്സേജസിന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഡിസംബർ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഡിസംബറിന് വേണ്ടിയിട്ട് എന്താണ്? ഡിസംബർ മെസ്സേജ് ഓവറോൾ എനർജി 4 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ ഏസ് ഓഫ് സോഡ്സ്. ഡിസംബർ കറണ്ട് എനർജി 9 ഓഫ് പെൻറ്റിക്കിൾസ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിങ് ഓഫ് കപ്സ്. ചാലഞ്ച് നിങ്ങളുടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അഡ്വൈസ് നിങ്ങളുടെ 6 ഓഫ് സോഡ്സ്. ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് ക്വീൻ ഓഫ് കപ്സ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എണ്ണാണ് നോക്കാൻ പോണത് എന്താണെന്ന്. അപ്പോൾ സാജിറ്റേറിയസ് ഇവിടെ ഞാൻ കാണുന്നത് 4 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് കുറച്ച് ഒരു റെസ്റ്റിൻ്റെ എനർജിയാണ്. ആക്ച്വലി ഒരു ബ്രേക്ക് എടുക്കണ എനർജിയാണ്. നിങ്ങൾ മേ ബി ഒരു റിലേഷൻഷിപ്പിന് ബ്രേക്ക് എടുക്കുന്നുണ്ടാവും, ഓർ എൽസ് ഒരു ജോലിയിൽ വെക്കേഷൻ എടുക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും. കരിയർ ബ്രേക്ക് ആയിരിക്കാം. ഹെൽത്തിൻ്റെ കാര്യത്തിലും കുറച്ച് സൂക്ഷിക്കണം. ഈ മാസം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ 4 സോഡ്സ് എന്താണ്? കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ടോറസ് എനർജി ആൻഡ് 9 ഓഫ് വാൻഡ്സ്. അപ്പോൾ അഗൈൻ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു റിലേഷൻഷിപ്പ് ആവാം, ഇല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യമാവാം. മേ ബി നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കായിരിക്കും, കരിയർ ബ്രേക്ക്, ഇല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക്. ഇവിടെ നിങ്ങളെ കുറച്ചൊരു ഡിഫെൻസീവ് എനർജിയിലുമാണ്. 9 ഓഫ് വാൻഡ്സ് ഒരു ബാറ്റിൽഡ് എനർജിയാണ്. നിങ്ങൾ കുറെ ഫൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 9 ഓഫ് വാൻഡ്സിലേക്കാണ് വന്നിരിക്കണേ. അപ്പോൾ കുറച്ചൊരു പേടിയുണ്ട്. എന്ന് വെച്ചാൽ 9 കഴിഞ്ഞിട്ട് 10 ആണ്. 10 ഒരു കംപ്ലീഷൻ്റെ എനർജിയാണ്, ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ എവിടെയോ നിങ്ങൾക്കൊരു പേടിയുണ്ട്. ഇത് കാട്ടിലും ഇപ്പോൾ കൂടുതൽ എനിക്ക് സഹിക്കാൻ വയ്യ, ഇത് കാട്ടിലും ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇത് കഴിഞ്ഞിട്ടൊരു നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോയാൽ അത് ഒരു എൻഡായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറേ ഒരു ഡിഫെൻസീവ് പ്രൊട്ടക്റ്റീവ് എനർജിയിലാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് കുറേ ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഗിവ് അപ്പ് ചെയ്യാൻ റെഡി ആണ്. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ പിന്നെയും ട്രൈ ചെയ്യണം എന്നുണ്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ വർക്ക് ചെയ്യാൻ. ജോലിയുടെ കാര്യത്തിലും കുറേ സ്ട്രെസ്സിൻ്റെ കാരണമായിരിക്കും നിങ്ങളൊരു ബ്രേക്ക് എടുക്കുന്നുണ്ടാവുക. പക്ഷെ എവിടെയോ നിങ്ങൾക്കൊരു പേടിയുണ്ട്. ഇപ്പം നെക്സ്റ്റ് നിങ്ങൾക്ക് വേറെ ജോലി കിട്ടുമോ, നിങ്ങൾക്ക് അതുമാതിരി എനർജി എഫേർട്ട് ഇടാൻ പറ്റുമോ. അപ്പോൾ അങ്ങനെ കുറേ ഒരു ഫിയർ ഉണ്ട് മനസ്സിൽ. അപ്പോൾ പാസ്റ്റിലെ ഏസ് ഓഫ് സോഡ്സ് ആണ് ഇവിടെ കാണുന്നത്. ഏസ് ഓഫ് സോഡ്സ് ഒരു ബ്രേക്ക് ത്രൂയുടെ എനർജിയാണ്, ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഈ ഏസ് ഓഫ് സോഡ്സ് ഇവിടെ എന്താണ്? ഹാങ്ഡ് മാൻ ആൻഡ് 5 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു സ്റ്റാഗ്നേഷൻ ആണ്. ഒരു സ്റ്റാഗ്നേഷനിൽ നിങ്ങൾ പുറത്ത് വന്നു എന്നുവെച്ചാൽ എന്തോ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നുണ്ട് പാസ്റ്റിൽ. നിങ്ങൾ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു, ഓർ എൽസ് നിങ്ങൾ ആരോ ഒരു പേഴ്സണെ മിസ് ചെയ്യണു.
പക്ഷെ സഡൻലി ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ട്, ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ കാണാണ്ട് പാസ്റ്റിൽ. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ഓറൽസ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ഒരു പുതിയ ബിഗിനിങ് ആയിരിക്കാം. ഈ ഏസ് ഓഫ് സോഡ്സ് എന്താണ് ഈ പാസ്റ്റ് എനർജിയിൽ? 3 ഓഫ് സോഡ്സ്. അപ്പൊ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, പക്ഷെ ഈ കമ്മ്യൂണിക്കേഷൻ വന്ന ഉടനെ ഇവിടെ ഹാർട്ട് ബ്രേക്ക്, അതാണ് ഞാൻ കാണുന്നത്. അപ്പൊ എന്തോ ഈ കമ്മ്യൂണിക്കേഷൻ ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നില്ല, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കറണ്ട് എനർജിയിൽ നിങ്ങൾ സിംഗിൾ എനർജിയിലാണ്, നിങ്ങൾ ആക്ച്വലി കുറെ ഒരു സക്സസ്ഫുൾ എനർജിയിലാണ്, കരിയർ വൈസ് നല്ല സമയമാണ്. നിങ്ങൾക്ക് ജോലി ഇല്ലാച്ചാലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. സിംഗിൾ നിങ്ങളാണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിന് ഇപ്പോൾ ബ്രേക്ക് ഓഫ് ആയിട്ടുണ്ടെച്ചാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബിഗിനിങ്ങും കൊണ്ടുവരുന്നുണ്ട്. കുറെ ആൾക്കാരെ നിങ്ങളിൽ ഇൻട്രസ്റ്റ് കാണിക്കും ഈ മാസം. ആൻഡ് ഞാൻ കാണുന്നത് നിങ്ങൾ മുമ്പോട്ട് പോകാനാണ് നോക്കണേ. ഇവിടെ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യണു, പുതിയ ആൾക്കാരുടെ കൂടെ കണക്ട് ചെയ്യണു, ഡേറ്റ്സിന് പോകണു. യുനോ നിങ്ങൾ മേ ബി സോഷ്യൽ മീഡിയ അല്ല, പക്ഷെ ഈ ഓൺലൈൻ സൈറ്റ്സിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാരേജ് വേണം, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ആണ് വേണ്ടത്, ഒരു സീരിയസ് ടൈപ്പ് ഓഫ് കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ നോക്കണത്. ഫ്യൂച്ചറിൽ ഞാനൊരു പേഴ്സൺ കാണുന്നുണ്ട്, കിങ് ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട്. ഈ പേഴ്സൺ ആരാണെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഒരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യണോ, സ്കോർപിയോ എനർജി ആയിരിക്കാം ഇത്. ഇതൊരു ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങൾ അറിയണ പേഴ്സൺ ആയിരിക്കാം, ഓർ എൽസ് മേ ബി നിങ്ങൾ കുറെ പറഞ്ഞ ഫ്രണ്ട്സ്, മുമ്പത്തെ ഫ്രണ്ട് അല്ലച്ചാ മേ ബി ഇപ്പോൾ റീസെൻ്റ്ലി മീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ട് ആണ് ഇപ്പോൾ കാര്യങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണത്. അപ്പോൾ 7 ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട് ഇവിടെ കുറെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു പേഴ്സണെ നിങ്ങൾ പറഞ്ഞ ഇതുമാതിരി ഒരു കണക്ഷൻ നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊരു സ്പെഷ്യൽ കണക്ഷൻ മാതിരി ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണത്. ഈ 7 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്, കുറെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ബോണ്ട് നിങ്ങളുടെ ലൈഫിൽ പറയണത്, ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ കെമിസ്ട്രി കുറെ സ്ട്രോങ് ആണ്, നിങ്ങളുടെ ഇടയ്ക്കുള്ള പാഷൻ സ്ട്രോങ് ആണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ജെമിനി എനർജി ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ നിങ്ങൾക്ക് ചാലഞ്ച് എന്താ വെച്ചാൽ എല്ലാം ഒരു സ്ലോ മൂവിങ് എനർജിയിലാണ്, കാര്യങ്ങൾ കുറെ സ്ലോലി മുമ്പോട്ട് പോണു. അപ്പോൾ അത് കുറച്ചൊരു ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, എസ്പെഷ്യലി ഒരു പുതിയ റിലേഷൻഷിപ്പ്, ഒരു പുതിയ ഓഫർ എന്തോ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാം വേഗം മുമ്പോട്ട് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്നുണ്ട്, നെക്സ്റ്റ് ഈ റിലേഷൻഷിപ്പിനെ കൺഫേം ചെയ്യണം എന്നുണ്ട്. പക്ഷെ അതിന് സമയം എടുക്കണ്ട, അത് കുറച്ചൊരു ഫ്രസ്ട്രേറ്റിംഗ് ആവാം. പക്ഷെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇതൊരു പ്രോസസ്സാണ്. ഇത് ആ ശരിയായ സമയത്ത് എല്ലാം വർക്കൗട്ട് ചെയ്യൂ. നിങ്ങൾ ഇപ്പോൾ സ്റ്റെബിലിറ്റിയിലേക്കാണ് പോണത്. സ്റ്റേബിൾ റിലേഷൻഷിപ്പ്, സ്റ്റേബിൾ സമയമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണേ. അപ്പോൾ കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. പേജ് ഓഫ് സോഡ്സ്, യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ എല്ലാം നിങ്ങളുടെ റീസെർച്ച് ശരിയായി ചെയ്യുക. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഈ പേഴ്സണെ കുറിച്ച് അവരെ അറിയാൻ വേണ്ടിയിട്ട് ആ എഫേർട്ട് എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ സമയം ഒരു ഇമ്പൾസീവായി ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ രണ്ടാളും മീറ്റ് ചെയ്യേണ്ട വെച്ചാൽ നിങ്ങൾക്ക് രണ്ടാൾക്കും ഈ റിലേഷൻഷിപ്പ് വേണം വെച്ചാൽ ഇതിൽ എഫേർട്ട് ഇടുക. ഇവിടെ കുറെ പാഷനും ഉണ്ട്, പക്ഷെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഗോ സ്ലോ. ഓക്കെ, അതാണ് ഇവിടെ മെസ്സേജ് ഉള്ളത്. ക്വീൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ കിങ് ഓഫ് കപ്സ് നമ്മൾ ഫ്യൂച്ചറിൽ കണ്ടു, ഇപ്പോൾ ക്വീൻ ഓഫ് കപ്സും വരുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സന്റെ കൂടെ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഒരു കമ്പാറ്റബിൾ കംഫർട്ട് ലെവൽ ഉണ്ടാവും. എന്നുവെച്ചാൽ ഇത് നിങ്ങളുടെ ഒരു ഡിവൈൻ മാച്ച് ആണ്. ഓക്കെ, അപ്പോൾ ക്വീൻ ഓഫ് കപ്സും കിങ് ഓഫ് കപ്സ് ഒരു ഡിവൈൻ മാച്ച് ആണ്. പേജ് ഓഫ് കപ്സ് ഇതൊരു പുതിയ ബിഗിനിങ് ആണ്, ഇതൊരു പുതിയ പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണേ. ആൻഡ് ഇതൊരു മാരേജിലേക്ക് പോവാണ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഔട്ട്കം നമ്മൾക്ക് നോക്കാം. 8 ഓഫ് സോഡ്സ് ഒരു സ്റ്റാഗ്നേഷന്റെ എനർജിയാണ്. ഇത് എന്തുകൊണ്ടാണ് ഔട്ട്കം ആയിട്ട് കാണുന്നത്?
അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഒരു സ്റ്റാഗ്നൻ്റ് ആയി ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. 4 ഓഫ് പെൻറ്റിക്കിൾസ്, 5 ഓഫ് വാൻഡ്സ്. കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. എസ്പെഷ്യലി ഇവിടെ ഞാനൊരു ഏരീസിനെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ കുറച്ച് ഫിനാൻഷ്യലി ഓൾസോ കുറച്ചൊരു ഡിഫിക്കൾട്ട് സമയമായിരിക്കാം. പക്ഷേ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യും. എന്നുവെച്ചാൽ 3 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു കോഓപ്പറേഷൻ്റെ എനർജിയാണ്. ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ട്. ഒരുമിച്ച് വർക്ക് ചെയ്യണ എനർജിയാണ്. വേറെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്ത് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ്സ് ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. 2 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ ആൻഡ് 8 ഓഫ് കപ്സ്. നിങ്ങൾ ഏതോ ഒരു പേഴ്സണ് വാക്ക് അവേ ചെയ്തു, നിങ്ങൾക്ക് കുറെ ലോ ആയി ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത് കുറെ അബണ്ടൻസ് ആണ്. ഓക്കെ, കുറെ കാർഡ്സ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഔട്ട്കം തന്നെ ഇത്ര കാർഡ്സ് എടുത്തു ക്ലാരിഫൈ ചെയ്യാൻ. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ എന്തോ പോസിറ്റീവ് ന്യൂസ് വരാൻ പോകുന്നുണ്ട് ഈ മാസം. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ലിയോ ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, ജെമിനായി ഉണ്ട്, ലീബ്ര, ടോറസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സൈൻസ് കാണുന്നത്. ഏതും സൈൻ ആവാം, പക്ഷെ ഇതാണ് സൈൻസ്. ഓക്കെ, മേജർ സൈൻസ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒറക്കിൾ കാർഡ് മെസ്സേജ്? ഓപ്പൺ യുവർ ഹാർട്ട് ടു ലവ്. അപ്പൊ നിങ്ങൾ എവിടെയോ ഓപ്പൺ അല്ല, കുറച്ചൊരു ഞാൻ പറഞ്ഞ മാതിരി ഇനീഷ്യലി ഒരു റെസ്റ്റ് പീരിയഡിലാണ്. വരണ ഓഫേഴ്സിനെ നിങ്ങൾ ചിലപ്പോൾ ഇഗ്നോർ ചെയ്യും, അങ്ങനെയും ആവാം. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയണത് ഓപ്പൺ യുവർ ഹാർട്ട് ടു ലവ്. ഓക്കെ, എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഈ ക്ലോസ്ഡ് ഡോറിൽ ഇപ്പോൾ ഇതിൻ്റെ പിമ്പാത്തുള്ള ഓഫേഴ്സ്, ഇതൊരു നല്ല ഓഫറാണ്. ഇതിൽ ആണ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഓഫർ, ഫ്യൂച്ചർ പാർട്ട്ണർ ഉള്ളത്. ആൻഡ് ഈ ഡോർ വെരി സൂൺ തുറക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഗെറ്റ് റെഡി. ഓക്കെ, ഇവിടെ മെസ്സേജ് എന്താ വെച്ചാൽ വൾനറബിലിറ്റി, ഫൊർഗിവ്നെസ്, അലവിങ് ആൻഡ് കമ്മ്യൂണിറ്റി. ഓക്കെ, ഇതാണ് മെയിൻ പോയിന്റ്സ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. സാജിറ്റേറിയസ്, ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.